അക്കൂറിനർക്കും എൻ്റെ വിജയമാണ് അമ്മ വേറെന്തോ നിങ്ങൾ കുറച്ച് പേര് ക്ലോസ് ചെയ്ത് തുടങ്ങിയ ശേഷം എല്ലാവരും ഊണ് കഴിച്ചോ 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 തന്നെയാണല്ലോ ഊണ് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കും കുട്ടി അപ്പോൾ അതിനെ അപ്പോ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യേണ്ടതുണ്ട്. സംവിധാനം എടുക്കാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളൊക്കെ ഏറെ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞവരും മിഡിൽ ഏജ് ഇരിക്കുന്നവരാണ് അല്ലെ? എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? നമ്മൾ ജീവിതം മുന്നോട്ട് തന്നെ പോകാം. ഈ മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമുക്ക് ചെറുപ്പത്തിലുള്ള അന്ന് കിട്ടുന്ന സ്നേഹവും പരിഗണനയൊക്കെ പ്രായമാകുമ്പോഴും കൂടണോ കുറയണോ? അപ്പം പലരും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോകും. ഇന്നതിനെ ഡിപ്രഷൻ എന്ന് പറയും. സൈക്കാട്രിസ്റ്റ് പറയാൻ ആള് ഡിപ്രഷനിൽ പോയി, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. കേട്ടിട്ട് ഈ വാക്ക് ഡിപ്രഷൻ എന്നുള്ളൊരു വാക്ക് പണ്ട് നമ്മളങ്ങനെ കേട്ടില്ല. എപ്പോഴാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത്? അപ്പൊ ഇന്ന് ഡിപ്രഷനിൽ പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ വീട്ടിലിങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സ്നേഹവും അങ്ങനെയൊക്കെ പോയിരുന്ന ക്രമേണ പിള്ളേർക്ക് ദൂരേക്ക് പോകുമ്പോൾ ഒറ്റപ്പെടില്ല, ഏകാന്തത. ഇത് പലർക്കും ആ ഏകാന്തത ബോറടിക്കുന്നത്. ഈ ബോറടിക്കുന്ന ഏകാന്തതയാണ് ഇത് എന്തായി മാറുക? ഡിപ്രഷൻ. ആദ്യം ഒന്നും നമ്മൾ അറിയില്ല. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗം വല്ലാത്തൊരു രോഗമാണ്. ആദ്യം നമ്മളെ ഇങ്ങനെ ഒരു സുഖല്യ, എല്ലാവരും പോകുന്ന ഒരു മൂഡ് ആയിരിക്കും. വീട്ടിൽ നടന്ന ആൾക്കാരും റിലേറ്റീവ്സ് ഒക്കെ വന്ന്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വന്ന് വീട്ടിൽ ഒഴിഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും? ഓരോ പറമ്പൊക്കെ ഒഴിഞ്ഞു കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു മൂകത പോലെ, ശൂന്യത പോലെ. ഇതുപോലെ നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവമായി ഒരു ശൂന്യം, ഒരു മൂകത, ഒരു ഏകാന്തത. ഇത് വരുമ്പോ പലരുടെയും ജീവിതത്തിൽ അറിയാതെ ഏതിലേക്ക് പോകും? എവിടെ ഇരിക്കാൻ? സീനിയർ സിറ്റിസൺ ഇരിക്കാൻ പോലെ ചെയ്യാറുണ്ടോ? ഒന്നുകൂടി കയറിയിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ഇരുത്താം. ആരുടെയൊക്കെ മടിയിലിരിക്കും. ഈ ചെയർ അങ്ങോട്ട് കൊടുത്താൽ മതി. വെറുതെ ഇരിക്കില്ലേ? അപ്പോ പറഞ്ഞു വന്നത് ഒരു ശൂന്യത വരും, ഏകാന്തത വരും. അപ്പോ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഈ രണ്ട് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പാടാണ്. ഒന്ന് ക്യാൻസറും, രണ്ട് ഡിപ്രഷൻ. ക്യാൻസറൊക്കെ മിക്കവാറും ഒരു 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. കാരണം ഇനീഷ്യലി അത് നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന കാണുന്നത് അത്ര സൂക്ഷ്മമാണ്.
ഇതുവരെയാണ് ഈ ഡിപ്രഷൻ പതുക്കെ 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 മനസ്സിലേക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ക്രമേണ ഉറക്കം കുറഞ്ഞ് വരുമ്പോൾ പല അസുഖങ്ങളും തലവേദനയാണ്. അപ്പൊ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകും. അപ്പൊ ഡോക്ടർ അതിന് പറയും. പിന്നെ ബേസിക് അസുഖം ഈ ഡിപ്രഷനിൽ നിന്ന് മറ്റു പല രോഗങ്ങളും വരും. അതാണ് ഈ പ്രായമാകുന്ന ആളുകൾക്ക് രോഗം കൂടാനുള്ള കാര്യം. കാരണം ചെറുപ്പത്തിലുണ്ടായ ഒരു മെന്റൽ എനർജി, ശക്തി, ഊർജം പ്രായമാവുമ്പോഴും കുറഞ്ഞു. അപ്പൊ ഇത് പരിഹരിക്കാൻ എന്താണ്? ഇത് പരിഹരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇത് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഇത്തരം ഡിപ്രഷനെ നമ്മുടെ പൂർവികന്മാർ വിളിച്ച പേരാണ് ആദി. എന്താണ് ആദി? ആ വാക്കൊന്ന് പറയും. ആദി എന്നുള്ള എന്താണ്? മനസ്സിലുള്ള ചെറിയ വിഷമമാണ്, അത് വലിയ വിഷമങ്ങളായി മാറും. ഈ ആദിയാണ് പിന്നീട് വ്യാധി. ആദി വ്യാധി. അപ്പൊ പ്രായം കൂടി വരുന്നതോറും വ്യാധി കൂടാൻ കാരണം പലരും ആദി ഉള്ളവരായി. ഈ ആദി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വ്യാധിയെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അത് പലർക്കും തോന്നില്ല. ചെറുപ്പത്തിലോ നല്ല സമയത്തോ തോന്നില്ല. നമ്മളൊക്കെ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് തെറ്റായ ദൈവവിശ്വാസം കൊണ്ടാണ്. എന്താണ് ഈ തെറ്റായ ദൈവവിശ്വാസം? അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി കഴിഞ്ഞാൽ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും. അങ്ങനെ ദൈവം പരിഹരിക്കുകയാണെങ്കിൽ ഈ ലോകം ഇന്നിങ്ങനെയല്ല. നമ്മുടെ പൂർവികർ പറഞ്ഞില്ലേ, നമ്മുടെ ഹിന്ദു മതത്തിനെ പറ്റിയൊരു വീഴ്ച. മറ്റു മതങ്ങൾക്കൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് അവരുടെ മതം അവരെ ആചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പള്ളികളിൽ പോയി നോക്കി, ഇവിടെ ക്രിസ്ത്യൻ ലോകം അല്ലെങ്കിൽ മുസ്ലിം ഏരിയയിൽ നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളെ നോക്കിക്കഴിഞ്ഞാൽ അവര് ബൈബിൾ വായിക്കും. ആ ബൈബിളിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞവര് ബൈബിൾ പോകുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവര് നിസ്കരിക്കുന്നതും എന്താണ് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അവരെ ഖുർആനിൽ കാണപ്പെടാം. എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നുള്ള ഹിന്ദുവിന് വലിയ വിചാരമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹിന്ദു സമൂഹം അറിവില്ലാത്തവരായതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ല. കുട്ടികൾക്കൊട്ടും അറിയില്ല. അവരെ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ അവര് ജീവിതത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ അവർക്ക്. അപ്പൊ അവര് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് പല പ്രശ്നങ്ങളും അവർക്ക് നേരിടുന്നുണ്ട്. കാരണം ഇന്ന് പണ്ടത്തെ പോലെ എല്ലാം ജീവിക്കാൻ നല്ല സാമ്പത്തികമാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മുടെ കുട്ടികൾ അധികം പുറത്തേക്ക് പോവുക, ജോലി ചെയ്യുന്നില്ല. വിദേശത്തൊക്കെ ആണെങ്കിൽ പഴയതുപോലെയല്ല. പണ്ടത്തെ നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ശമ്പളമൊക്കെ ഉണ്ടെങ്കിലും വാടക അതിനനുസരിച്ച് കൂടുതലാണ്. ജീവിത ചെലവും വളരെ കൂടുതലാണ്. അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പണ്ടൊക്കെ സമ്പാദിക്കുന്ന പോലെ ഇത് സമ്പാദിക്കുന്നത്, ഗൾഫിലൊക്കെ സമ്പാദിക്കുന്നത് വളരെ കുറഞ്ഞു വരികയാണ്. ഇതിന്റെ ബോർഡിൽ കൂട്ടണമെങ്കിൽ ഞാൻ അലവണ്ടി അരിയോ ഇപ്പോഴോ കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ ഈ വോളിയത്തിന്റെ പ്രശ്നമല്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഇതിന്റെ ബാറ്ററി ഡൗൺ ആവുമ്പോൾ വോളിയം കുറഞ്ഞു. കണ്ടിന്യൂസ്ലി നിൽക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു പവർ ബാങ്ക് തരികയാണെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പക്ഷേ കണ്ടിന്യൂസ് അല്ലെ, പവർ ബാങ്ക് ഉണ്ടോ? അപ്പൊ ഇതിന് പവർ കൊടുത്താൽ അത് സസ്റ്റെയിൻ ചെയ്യുക. കേട്ടെ. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കാൾ കൂടി വരികയാണ്. അസ്വസ്ഥതകൾ കൂടി വരിക. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ പറയാനോ, സ്കൂളുകളിലൊക്കെ, പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ, സ്കൂളുകളിലൊക്കെ ഇരിക്കാൻ പറ്റുമോ? താഴെ ചെയ്യാൻ പറ്റുമോ? അമ്മമാർക്ക് ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെയർ വേണം? അമ്മയ്ക്കോ? ആൾക്കാരും ഉണ്ടായിരുന്നു.
അപ്പോ എന്താ പറഞ്ഞത്, കുട്ടികൾക്ക് നമ്മളെക്കാളും പഠനത്തിനേക്കാൾ പ്രശ്നം. കാരണം ഓരോ കാര്യത്തിലും ടെക്നിക്കലി പല പല കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മള് വളരെയധികം ടെക്നോളജി ബേസ്ഡ് ജീവിതമാണ്. ഓൺലൈൻ കാര്യങ്ങൾ, പണ്ട് കുട്ടികൾക്കൊന്നും ചെറുപ്പത്തിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ട്യൂഷൻ എടുക്കുക ഇല്ലേ? അതേപോലെ തന്നെ അപ്പോയിൻമെന്റ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം, നൂറ് കാര്യങ്ങളാണ്. A to Z കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. ടെൻഷനും ഒക്കെ കൂടി. അപ്പൊ അതായിരിക്കും മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊന്നും അവർക്ക് പഴയതുപോലെ നോക്കാനുള്ള സമയം ഇല്ല. അവർ പറയും നിങ്ങളുടെ പ്രശ്നം ആരോടാ പറയുക. അപ്പൊ നിങ്ങളുടെ പ്രശ്നം കൂടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടവും ക്രമേണ കുറഞ്ഞു. ഇതിന്റെ ചാർജ് എവിടെ പോയി? പവർ ഉണ്ടല്ലോ. ചാർജ് കുറവാണ്. അപ്പം ജീവിതത്തില് നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യണം. കുട്ടികളുടെ ജീവിത പ്രശ്നം വരുമ്പോൾ എന്ത് അവരോട് പറയണം, ഈ ഒരു അറിവ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും വളരെ കൂടുതലായിരിക്കും. ഉണ്ടാവില്ല, നിങ്ങളിൽ നിന്നൊരു പ്രശ്നം അവർക്കും ഉണ്ടാവില്ല, അവരിൽ നിന്നൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്, മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് നിങ്ങളോട് ബഹുമാനവും സ്നേഹവും ഉണ്ടാവില്ലയോ? ഉണ്ടാവും. ഗീതയിൽ, ഭഗവത്ഗീതയിൽ പറയും, യസ്മാനോ ദിജതേ ലോക ലോകാനോ ഉദ്ധിജതേ ചെയ്യ ഹർഷാമർഷ വയോദ്വേഗൈ മുക്തോയ സദവേ. ആരാണ് എന്റെ ഭക്തന്മാർ? ആരാണോ അവരവരുടെ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പ്രയത്നിക്കുന്നത്, ആരാണോ മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവർക്ക് വഴി കാണിക്കുന്നത്, അവരെന്റെ ഭക്തന്മാരാണ്. ഇപ്പൊ നിങ്ങളൊക്കെ മക്കളോട് എന്താ പറയുക? എന്തെങ്കിലും വിഷമം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാ പറയുക. ആണോ അല്ലയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊറോണ വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൊറോണ പോയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? എന്റേത് ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലേ? ശക്തിയില്ല, ശേഷിയില്ല. അങ്ങനെയുണ്ടോ? അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കിയില്ല? നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ശ്രദ്ധിക്കില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സാണ്. മനുഷ്യൻ മനസ്സാണ്. മനസ്സുണരുമ്പോഴേ മനുഷ്യരുണ്ട്. മനസ്സുണർന്നിട്ടില്ലെങ്കിൽ മനുഷ്യരല്ല, ശവമാണ്. നമ്മളെന്താ പറയാ? ബോധമില്ലാതെ കിടക്കുന്നവര് പാവം ശവം പോലെ കിടക്കുന്നു. ആണോ അല്ലയോ? ബോധമില്ലാത്തവരെ നമ്മളെന്താ പറയാ? ശവമാണ്. ജീവനുണ്ടെങ്കിൽ പോലും അവർ ശവത്തിന് തുല്യം. അപ്പൊ നമുക്കൊരു മനസ്സുള്ളത് കൊണ്ടാണ് നമുക്കൊരു ജീവിതം. ഈ മനസ്സിലാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളും ഇരിക്കുന്നത്, നമ്മുടെ ശക്തിയും ഒക്കെ ഇരിക്കുന്നത്. നമ്മുടെ വിഷമവും വേദനയും സുഖവും ദുഃഖവും ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? വിഷമം വന്നാലും നിങ്ങൾ പറയും എന്റെ മനസ്സിൽ വലിയ വിഷമം. സന്തോഷം വന്നാൽ പറയും ഓ നിങ്ങളുടെ മനസ്സിന് എന്താ നല്ല സന്തോഷം ഉണ്ടല്ലോ. ചോദിക്കാറില്ല, മനസ്സ് വളരെ ഉഷാറായിട്ടിരിക്കുന്നു. അപ്പൊ സന്തോഷവും ഇരിക്കുന്നത് മനസ്സിലാണ്, ദുഃഖവും ഇരിക്കുന്നത് മനസ്സിലാണ്. ആ മനസ്സിന്റെ അകത്ത് നമുക്കൊന്ന് കയറി ചെല്ലാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മളൊന്ന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ, പല ജീവിത പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനമാണ് നമുക്ക് ഈശ്വരീയമായി കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ശ്രദ്ധ. എന്താ പേര്?
ശ്രദ്ധ. നമുക്കൊക്കെ തന്നിട്ടുണ്ടല്ലോ, ശ്രദ്ധ തന്നിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ? ഇല്ല. എവിടെ തന്നിട്ടുണ്ട്? എവിടെ തന്നിട്ടുണ്ട്? ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നതോ വെറുതെ തോണ്ടാനായിട്ടും വല്ലവരെയും തോണ്ടാനായിട്ടും അല്ലെ? നല്ലൊരു ശതമാനം നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മൾ ചെലവഴിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും സംസാരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും അല്ലെങ്കിൽ വേണ്ടാത്തത് തോണ്ടി കാണാനും. ഇന്നത്തെ തോണ്ടുന്നവരുടെ എണ്ണം കൂടുതലല്ലേ? നിങ്ങളാരും തോണ്ടാറില്ല? ആരും തോണ്ടാറില്ല? നല്ലോണം തോന്നാറില്ല. തോണ്ടി അവസാനം പറയില്ലേ, തെണ്ടി തിരിഞ്ഞ് നടക്കണു. ഈ അവസ്ഥയിലെ മനുഷ്യൻ കേരളക്കാരുടെ മെയിൻ ജോലി എന്താണ്? പകൽ മുഴുവൻ ഇരുന്ന് തോണ്ടുക, വൈകുന്നേരം ആയാല് കുഴിമാത്താൻ പോവുക. ഉള്ള ഹോട്ടലിലൊക്കെ പേര് നോക്ക് നിങ്ങൾ, കുഴിമാത്തി. ഹോട്ടലൊക്കെ കണ്ടില്ലേ കുഴിമാത്തി? എന്താണ് കുഴിമന്തിയാണോ മാന്തിയാണെന്നറിയാം. ഈ ഭാഗത്തോ അപ്പൊ പകല് തോണ്ടുക, രാത്രി മാന്തുക. ഇതാണ് നമ്മുടെ കേരളക്കാരുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. പോട്ടെ, അത് വിടും. ആ വിഷയം നമ്മുടെ അല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ശ്രദ്ധ ദൈവം തന്നിട്ടുണ്ട്. ഈ ശ്രദ്ധയാണ് നമ്മൾ നല്ല കാര്യത്തിലേക്ക് തിരിച്ചു വിടുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിൽ രാവിലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും നിങ്ങൾ ചൊല്ലാറുണ്ടോ? എത്ര പേര് ചൊല്ലാറുണ്ട് ഡെയിലി? എപ്പോഴെങ്കിലും ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? മരിച്ചിട്ട് ചൊല്ലാൻ തീരുമാനിച്ചവർ എത്ര പേരുണ്ട്? അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചൊല്ലുന്നത്. ഒരുപക്ഷെ അവിടെ ചെന്നാൽ ആരെങ്കിലും കമ്പനി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് സമയം വേണ്ട പോലെ ഇതിലേക്കൊക്കെ തിരിച്ചു വിട്ട് നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ നോക്കൂ, ശ്രദ്ധ ഏതിലേക്ക് തിരിയുന്നുണ്ടോ അത് വേറൊന്നിലേക്ക് ആ സമയത്ത് തിരിയാതെ നമ്മൾ പരിശീലിപ്പിച്ച നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. എന്തിനാ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അറിയോ നിങ്ങൾക്ക്? എന്തിനാ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അറിയോ? എന്താ അതിന്റെ ഉദ്ദേശം അറിയോ നിങ്ങൾക്ക്? അറിയോ എന്തിനാണ് നമ്മൾ ചൊല്ലുന്നത്? ഞാനിത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല. എന്തിനാ ചൊല്ലുന്നത്? എന്തിനാണ് വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയും? എന്തിനാണ്? സമാധാനം. ആർക്ക്? ദേവിക്കോ ദേവനോ? നിങ്ങൾക്ക് സമാധാനം. പൊതുവെ എങ്ങനെയാണോ പറയുന്നത്? മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്നത് അല്ല, എങ്ങനെയല്ലേ പറയുന്നത്? ആണോ? എന്താ ഈ സമാധാനം എന്ന് പറയുന്നത്? എന്താ ഈ സമാധാനം എന്ന് പറയുന്നത്? ആദ്യം വ്യാധി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഇത് പറയുന്നതിന് ഒരു അർത്ഥം വേണ്ട. അപ്പോ നമ്മള് ഇത് മനസ്സിലാക്കി ചൊല്ലണം എന്ന് പറയും. എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥം മുഴുവൻ പിടികിട്ടാൻ വലിയ പാടാണ്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ ശ്രദ്ധ എത്ര കണ്ടു നിങ്ങൾ നോക്കൂ. നിങ്ങൾക്കിത് സയന്റിഫിക്കലി പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ ദുഃഖിക്കുന്നു, ഒരാൾക്ക് വിഷമം. ഒരു വീട്ടിലിപ്പോൾ ഒരാൾ വളരെ വിഷമിച്ചിരിക്കുക, ആരോഗ്യം ശരിയില്ല വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം. അപ്പൊ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ കേൾക്കുക, ആ വ്യക്തി നിങ്ങളോട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നതായിരിക്കും അല്ലേ? ആണോ? എനിക്കിങ്ങനെ ഒരു അസുഖം വന്നു, കുറെ മരുന്ന് കഴിക്കുക എന്നൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആണോ? പറയൂ. അപ്പൊ അവര് നിങ്ങളുടെയും കൂടെ ശ്രദ്ധ അവരുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. ആണോ? കുറച്ചു നേരം നിങ്ങൾ ഇങ്ങനെ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതെന്നെ അയാൾ തുടർന്നാൽ നിങ്ങൾക്ക് പുറത്തുവിടാൻ ഇത് തോന്നും. മാനസികമായി നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ അവിടുന്ന് പോകണം തോന്നും, അവിടെ നിൽക്കണം തോന്നും, പോകണം തോന്നും. നമുക്കൊരു
ഒരു മടുപ്പ് തോന്നില്ലേ? മടുപ്പ് തോന്നില്ലേ? തോന്നും. ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയുന്നെങ്കിലോ, പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കുറ്റം പറയുന്നത് കേട്ടിരിക്കാൻ തോന്നുന്നു. കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാം. പറഞ്ഞോളൂ. കേൾക്കാനുള്ള താല്പര്യം കൂടുക കുറയും. പറയാത്തത് പോലെയൊന്നും ചിലർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? ഇന്ന് നിങ്ങളൊക്കെ പുതിയ ആൾക്കാരെ പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ചിലവർക്കൊക്കെ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഇടാണ്ട് ഈ നുണയും കൊണ്ട് പറഞ്ഞത്. ചിലർക്ക് അവിടെ ആരും ഇല്ല, എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. എന്നാലും കുറച്ച് പേരൊക്കെ കൂടി ഉണ്ടാവും. ഇല്ലാതൊന്നും പറയാം. അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവും. ഇല്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളും സ്വഭാവങ്ങളും. പക്ഷെ പൊതുവെ മനുഷ്യൻ സന്തോഷമുള്ള കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുക. ആണോ? നല്ല നല്ല കാര്യങ്ങൾ ആണോ അല്ലയോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ്. അതെന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ശ്രദ്ധ നല്ലതിലേക്ക് തിരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം, നേരത്തെ പറഞ്ഞ ഒരു സുഖം ആണോ? അങ്ങനെ. അപ്പോ എന്തുകൊണ്ടാണ് ചിലര് ജീവിതത്തിൽ ദുരിതമെടുക്കുന്നത്? ആ ദുരിതത്തിന്റെ കാരണം വാസ്തവത്തിൽ ആ ദുരിതമായിരിക്കോ, അവരത് തന്നെ ശ്രദ്ധിച്ച് അത് തന്നെ അയവിറക്കുന്നത് കൊണ്ടായിരിക്കും, ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും. ഏതായിരിക്കും കാര്യം? നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാള് നിങ്ങളോട് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള്, അപ്പൊ അവരോട് പറയാണ്, പിന്നെ സ്ഥലത്ത് കടയിൽ സാധനം പോയി വാങ്ങിച്ചാൽ നമ്മളൊരു കടയിലിപ്പം ഒരു ഷോപ്പിംഗ് മോളിൽ അല്ലെങ്കിൽ ഇവിടെ അടുത്തുണ്ടെങ്കിൽ നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതൊക്കെ സാധനം വാങ്ങിച്ചാൽ ഒരു സാരി അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. 1000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ ഒരു സാരി ഇപ്പൊ അവര് ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാലിനോ കൈക്കോ വയ്യാത്തൊരു സ്ത്രീ ആണെങ്കിൽ അവർ പിന്നെ വയ്യാത്തതിനെ കുറിച്ച് ചോദിക്കോ, ഏത് കടയാണെന്ന് ചോദിക്കോ? അവരത് ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഇതെവിടെയാണ് കിട്ടുകയാണെന്ന് ചോദിക്കും. ഉണ്ടോ ഇല്ലയോ? അത് വിടാത്ത ചോദിക്കും. ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ നറുക്കെടുപ്പുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അവന്റെ മാല കിട്ടും. അപ്പൊ ചോദിക്കും, ഇതേത് കടയാണ്? അപ്പൊ അവരുടെ വേദന കുറച്ചു നേരത്തേക്ക് മറക്കും. അതിന്റെ മറക്കാൻ കാരണം അവർക്ക് ഗുണമുള്ളൊരു കാര്യം, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം അവർ കേട്ടു. അപ്പൊ അവരെ ശ്രദ്ധ മനസ്സ് മാറി. അപ്പൊ നിങ്ങൾ അവരോട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് വയ്യല്ലോ, നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല, ആ കട അവരെയൊക്കെ പോകാൻ എനിക്ക് പറ്റും. അപ്പൊ നമുക്ക് ഒരു ഐഡിയ നടക്കാൻ പറ്റിയെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അപ്പൊ അവർക്ക് കട വരെ പോകാൻ യാതൊരു ഒരു പ്രയാസമില്ല. ഉണ്ടോ? എന്താന്ന് പറയാത്തതല്ല. ഉണ്ടോ? പ്രയാസം ഉണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, സപ്താഹത്തിലൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര വയ്യാത്ത ആളുകളാണ് വരുന്ന വരവ് കണ്ട ഈ കാലൊക്കെ വലിച്ച്. പക്ഷെ കൃത്യം 1 മണിക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, അവരെ കാലം ഒരു അസുഖമില്ല. എന്തിന്? ഇവിടെ കാണാറില്ലേ നിങ്ങൾ? ഈ ഭാഗത്തൊന്നും ഇല്ല. അത് പുതുമയോടുകൂടി നിങ്ങളെന്താ ചൊവ്വാഴ്ച വന്നില്ല? ഈ നാട്ടിലതൊന്നും ഇല്ല. ഓടില്ലേ അവര്? ഓടില്ലയോ? അപ്പൊ അവരുടെ വേദനയൊക്കെ അവിടെ പോയി, കാലിന് വയ്യാത്തൊക്കെ അവര് മറന്നു. അപ്പോ വേണമെങ്കിൽ മനുഷ്യന്റെ ശ്രദ്ധയെ മനുഷ്യന് മാറ്റിയെടുക്കാം. അപ്പൊ ശരിക്കും അവരുടെ രോഗം ശ്രദ്ധിച്ചു. അവരുടെ രോഗമായിരുന്നോ അതോ അവരാ രോഗത്തെ ചിന്തിച്ച് രോഗിയായതാണോ? ഒരു ചോദ്യത്തിന് തന്നെ. അവരുടെ രോഗം, ശരീരത്തിന് രോഗം ഉണ്ടാവാതിരിക്കാം, പ്രായം ശരീരത്തിലുണ്ടാവാതിരിക്കാം. അതിപ്പോ എനിക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതല്ല. പറ്റുമോ? ഇന്ന് വരെ മാറ്റാൻ പറ്റില്ല. പുറത്തൊക്കെ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാം, അകത്ത് പെയിന്റ് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് ശരീരത്തിന്റെ തലയിലൊക്കെ കുറച്ച് പെയിന്റ് അടിക്കാൻ നോക്കാം. ഈ ഉള്ളിലുള്ള സ്പെയർ പാർട്സിന് എന്ത് പെയിന്റ് അടിക്കാൻ പറ്റും? ലിവറിന്റെ പ്രായം മാറ്റാൻ പറ്റുമോ? കിഡ്നിയുടെ പ്രായം മാറ്റാൻ പറ്റുമോ? ഇല്ല. അതിന് ഇതുവരെ പെയിന്റ് കണ്ടുപിടിച്ചിട്ടില്ല. അതൊക്കെ പഴയ സാധനം എടുത്തിട്ട് തന്നെ നമ്മള് വണ്ടി ഓടിക്കണം. ആണോ? ഇതാണ് നമ്മുടെ ജീവിതം. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. കാരണം ഇതാണ് കാലം നമ്മളെ
ഇങ്ങനെ പതുക്കെ പതുക്കെ കറക്കി കറക്കി എവിടെ നിന്നാണോ നമ്മുടെ യാത്ര തുടങ്ങിയത് അവിടെ ഈ വണ്ടി കൊണ്ടെത്തിക്കും. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയണം. പറഞ്ഞേ പറ്റുള്ളൂ, കാലം നിങ്ങളെ പറയിപ്പിച്ചേ പറ്റുള്ളൂ. അതിനിപ്പോ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അവതാരങ്ങൾക്ക് പോലും പോയി. അപ്പൊ ഇവിടെയാണ് എന്റെ ചോദ്യം ഉള്ളത്. ശരിക്കും ഒരാളുടെ പ്രശ്നം അവരുടെ പ്രശ്നമായിരുന്നു, അതോ അവർ ആ പ്രശ്നത്തെ തന്നെ പ്രാധാന്യം കൊടുത്ത് അതിനെ ചിന്തിച്ച് അതിൽ ശ്രദ്ധിച്ച് അതയവിറക്കി അങ്ങനെ ഉണ്ടാക്കിയതല്ലേ പ്രശ്നം? പ്രശ്നത്തെ പ്രശ്നമാക്കി ആണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഈ നാമൊക്കെ ചൊല്ലുന്നത് എന്തിനായിരിക്കണം? നമ്മുടെ നാമൊക്കെ എന്തിനാ ചൊല്ലുന്നത്? ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമില്ല. നാമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ ആ സമയത്ത് നേരത്തെ പറഞ്ഞു, അമ്മ എനിക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പൊ കാലിന് അപ്പോഴൊക്കെ വേദന ഉണ്ടാവും, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലയോ? ഉറക്കക്കുറവുള്ളവരുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നം, തലവേദന ഉള്ളവരുണ്ടാവും, മറ്റുള്ളവരെ കൊണ്ട് തലവേദന ഉള്ളവരുണ്ടാവും, ചിലർ തലവേദന കൊടുക്കുന്നവരുണ്ടാവും. അതൊന്നും ഇല്ല പറയില്ല. അങ്ങനെയുള്ളവരുണ്ടാവുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റില്ല. ഈ തരത്തിലൊക്കെ ഉള്ളവരാണെങ്കിലും ഈ നാമത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് നമുക്ക് സമാധാനം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടാത്തതൊന്നും നമ്മളാരും അയവിറക്കുന്നില്ല, അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. ശരിയാണോ? ശരിയാണോ? പക്ഷെ നമ്മൾ പൊതുവെ നമ്മുടെ മനസ്സ് നാമത്തിലേക്ക് പോകുന്ന മനസ്സല്ല. പൊതുവെ നമ്മുടെ മനസ്സ് നമ്മുടെ പ്രശ്നങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും മോഹങ്ങളിലേക്കും അല്ലെ പോകുന്നതാണ്. ആണോ അല്ലയോ? നിങ്ങളുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടുണ്ട്, നമ്മൾ ചോദിക്കാം അവര് വീട്ടിലെ കാര്യങ്ങളാണ് ചോദിക്കുക. വീട്ടിലെ കാര്യങ്ങളാണ് ചോദിക്കുക. കാരണം വിഷ്ണു സഹസ്രനാമത്തിരിക്കുന്ന മനസ്സത്ര എളുപ്പത്തിൽ പോവില്ല. അപ്പൊ നമ്മൾ ക്രമേണ പ്രായമാകുമ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെയും ബാധിക്കരുത്, നിങ്ങളുടെ പ്രശ്നം മറ്റുള്ളവർക്കും ഒരു ഉപദ്രവമായി. എങ്കിൽ എന്താ വഴി? പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടാകുമോ അതോ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കുറയ്ക്കുന്ന ജീവിതം വേണം? ഏതാ ഇതിന്റെ ശരിക്കുള്ള പരിഹാരം? പ്രശ്നമില്ലാത്തൊരു ജീവിതം കിട്ടുമോ? കിട്ടില്ല. അപ്പൊ പിന്നെ എന്താ പരിഹാരം? പ്രശ്നം ഇല്ലാതാകൂ. അതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കരുത്. അങ്ങനെ ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അതിലേക്കുള്ള വലിവ്, അതിലേക്കുള്ള ആകർഷണം, അതിലേക്കുള്ള അതിന്റെ ഒരു അറ്റൻഷൻ, ശ്രദ്ധ വളരെ കൂടുതലാണ്. ആണോ? അപ്പൊ നമ്മൾ പല്ലിനൊരു വേദന വന്നാൽ വേണ്ട, ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാലും ഈ നാവ് എവിടെ ഉണ്ടാവുക? എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്താണ്. ആണോ? നിങ്ങൾക്ക് പല്ലുവേദന വന്നിട്ടില്ല? പല്ലുവേദന വന്ന് ഇപ്പൊ തലവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ മനസ്സ് അവിടെ തന്നെ ഉണ്ടാവുക. ആണോ? എവിടെയെങ്കിലും ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയിൽ തന്നെയായിരിക്കും മനസ്സ് നിൽക്കുക. ആണോ? അതൊന്നും മനസ്സിനെ മാറ്റൽ അത്ര എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം, ഇതിനാണ് നമ്മൾ സത്സംഗം എന്നൊക്കെ പറയുക. സത്സംഗം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേർന്ന് കുറെ ആളുകൾ ഒരുമിച്ച് നാമൊക്കെ ചൊല്ലുന്നുണ്ടാവുന്ന ഒരു ഊർജം അല്ലെങ്കിൽ അതിന്റെ ഒരു ശബ്ദം, ആ വൈബ്രേഷൻ, അത് വരുമ്പോ എത്ര തലവേദന ഉള്ള ഒരാളായാലും കുറച്ചു നേരത്തേക്ക് തലവേദന മറന്നുപോകും. കാരണം അതിലേക്ക് ശ്രദ്ധ പോകില്ല. ഈ ശ്രദ്ധ പോകുന്നത് കൊണ്ടാണ് തലവേദന നമ്മൾ അറിയുന്നത്. ശ്രദ്ധ പോയില്ലെങ്കിൽ നിങ്ങൾ നോക്കുക, രാത്രി ഉറക്കത്തിലൊക്കെ നല്ല ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന ആളുകളൊക്കെ ശരീരത്തിന് പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ ഉറക്കത്തിൽ അതൊന്നും അറിയുന്നില്ല. അപ്പൊ അവരെ ശ്രദ്ധ പോവാത്തത് കൊണ്ടാണ്, അല്ലെ? ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ആക്കിയെടുക്കാൻ ഒരു പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും നിസ്സാരമായി കണ്ട് മുന്നോട്ട് ജീവിതം നയിക്കാം. വേണോ? വേണോ? ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടുന്നതാണോ പ്രയത്നിച്ചുകൊണ്ട് നേടുന്നതാണോ? ഇതിനാണ് നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ പറഞ്ഞത്, രാവിലെ എണീക്കണം, നാമം ജപിക്കണം, വൈകുന്നേരം നാമം ജപിക്കണം. അത് ഒന്നിച്ചു ജപിക്കുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ എന്തിനാണ് തന്നത്? തൊഴുതു പോകാനല്ല വാസ്തവത്തിൽ. അത് നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചതാണ്. നമുക്ക് തൊഴുതു പോകാനല്ല അത്തരം തന്നത്. എന്തിനാണ് തന്നിരിക്കുന്നത്? സത്സംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ആ സത്സംഗം? ഒന്നിച്ചു ചേർന്ന് നാമസങ്കീർത്തനം. മനസ്സിലാവുണ്ടല്ലോ? ശങ്കരാചാര്യ സ്വാമികൾ പറയും സത്സംഗത്വേ നിസ്സംഗത്വം
നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പറയുന്നത് ഈ കലിയുഗത്തിൽ ഏറ്റവും സർവശ്രേഷ്ഠമായത് സത്സംഗവും നാമസങ്കീർത്തനവുമാണ്. എന്താണ്? പക്ഷെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് പറഞ്ഞുപോയി. ഇവിടെ അമ്പലത്തിൽ സത്സംഗം ഉണ്ടോ? എല്ലാവരും ഒന്നിച്ച് ചേരുമോ? നിങ്ങളൊക്കെ അതന്നെ. അപ്പൊ ഇരുന്ന് ചോദ്യങ്ങൾ വേറെ എന്താ പറയാനുള്ളത്? ജീവിതത്തിൽ അനുഭവിച്ചു തീർക്കല്ല, എന്താ ചെയ്യാ? രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നാമം ചെല്ലുമ്പോൾ ഞാനിവിടെ വരുന്ന പ്രഭാഷണം ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും അല്ലേ? ഞാൻ എന്റെ ശബ്ദത്തിൽ പറഞ്ഞ പക്ഷെ എന്റെ വോയിസ് വളരെ ലോ ആയിരിക്കും, അപ്പൊ അത്ര കേൾക്കാൻ പറ്റിയിട്ടില്ല. പറ്റുമോ? എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന പോലെ കുറെ ആളുകൾ ഒന്നിച്ച് നാമം ചെല്ലുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ശബ്ദത്തിന്റെ ശക്തി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കുറേ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? എവിടുന്ന് കാട്ടൂരിന്ന് നാട്ടൂരിക്കല്ല, ഇവിടുന്ന് രക്ഷപ്പെടേണ്ട കാര്യമല്ല പറയുന്നത്. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടോ? കൂടുതൽ 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 പുതിയ 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 രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? നാളെ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ എന്നുള്ളവർക്ക് വളരെ റയർലി കേൾക്കുന്ന ഒരു കേസുകളാണ്. അതും പല സിറ്റികളിലൊക്കെയാണ്. ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ക്യാൻസറാണ്. ആണോ അല്ലയോ? അങ്ങനെ എല്ലാവരും ശരീരം കേടുവന്നിരിക്കുകയാണ്. പഴയതുപോലെയല്ല. നമ്മൾ കഴിക്കുന്നൊക്കെ തമിഴ്നാട്ടുകാരുടെ ആഹാരം. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന കുമ്പളവും പടവലൊക്കെ എവിടുന്നാ വരുന്നത്? അവര് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായി ഉരുടാനൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അധിക കാലം ജീവിക്കരുതെന്ന്. അത് വെച്ചിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 70 വയസ്സാകുമ്പോഴേക്കും നമ്മൾ പോകുമ്പോഴേക്കും നമ്മുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം ആശുപത്രി കൊണ്ടുകൊടുക്കാനുള്ള വിധത്തിലാണ് അവര് ഹോസ്പിറ്റലായിട്ട് അവർ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ ഈ കുമ്പളം തരുമ്പോൾ തന്നെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ആളെ കസ്റ്റമറെ പിടിച്ചോ, ഇത് നിങ്ങളുടെ അടുത്ത് ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങളൊക്കെ ഒരു കരാർ ഒപ്പിട്ടിട്ടാണ് ഈ പച്ചക്കറി മേടിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മളെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും ഗൗതമിണ്ടാത്തൊന്നും അറിയുമല്ലതും. അപ്പൊ നമ്മൾ അന്ധമായി ജീവിക്കുകയാണോ വേണ്ടത്? ഇനി എന്തു വന്നാലും ശരി, ട്രീറ്റ്മെന്റ് ഭാഗത്ത് നടക്കട്ടെ, അതിന്റെ രീതിയിലൊക്കെ നടക്കട്ടെ. പക്ഷെ അതൊന്നും നമ്മളെ മാനസികമായി അലട്ടാതിരിക്കണമെങ്കിൽ, നമ്മുടെ ശ്രദ്ധ അത്തരം വിഷമങ്ങളിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ഈ ശ്രദ്ധയെ എവിടെ പിടിച്ചു കെട്ടണം? ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ പിടിക്കണം. അതിന് ഇപ്പോഴേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ഉണ്ടാവും. ക്രമേണ നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധ തിരിഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പോലും അത് മറക്കാൻ തുടങ്ങും. അത് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ പാലടുപ്പത്ത് വെച്ചിട്ട് ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ സംഭവിക്കാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. ഒട്ടുമുക്കാലും വീട്ടിലും രാവിലെ തന്നെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് അയ്യോ. അപ്പുറത്ത് പള്ളിയിൽ നിന്നായിരിക്കും ആദ്യം അള്ളാന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് അയ്യോ എന്ന് പറഞ്ഞാൽ അതെന്ത് പറ്റി? പാല് അടുപ്പത്ത് വെച്ചിട്ടാണ് രാമായണവും മഹാഭാരതവും പറയുന്നത്. ഈ തരത്തിൽ ശ്രദ്ധ തിരിയുമ്പോൾ ഭക്ഷണം അടി പിടിക്കണോ, അല്ലെങ്കിൽ ഈ പാല് തളച്ചു പോകുന്നു കൊണ്ടുപോയില്ലയോ? ചിലര് പൈപ്പ് അങ്ങനെ തുറന്നിട്ടായിരിക്കും ഫോണ് സംസാരിക്കുന്നത്. ആ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ടാണ് ആ അയ്യോ എന്നൊക്കെ പറഞ്ഞു ബഹളപ്പിക്കുന്നത്. ആണോ? കാണുന്നില്ലയോ ഓരോ വീടുകളിലും ബഹളം ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലൊന്നും സംഭവിക്കാത്ത പോലെ കാണുന്നിരിക്കുന്നത്. എന്റെ വീട്ടിലൊന്നും സംഭവിക്കാറില്ല. എവിടെ ഇന്നും കൂടി ചോറാടി പിടിച്ചിട്ട് ഇരിപ്പ് കണ്ടു കഴിഞ്ഞതൊന്നും ഇല്ലാതെ തോന്നുന്നത്. പക്ഷെ ഈ കുരുത്തക്കേടൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. ആണോ? ഒരു ശ്രദ്ധ എപ്പോഴും ഒരുപോലെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണമെന്നില്ല. പറ്റുമോ? ദിവസവും പത്രത്തിൽ അതല്ലേ കാണുന്നത്, ആക്സിഡന്റിൽ മരിച്ചു. ശ്രദ്ധ നോക്കുമ്പോഴല്ലേ ഇതൊക്കെ വരുന്നത്. ആണോ? അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇന്ന് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അതിന്റെ താല്പര്യം വളരെ കൂടി വരികയാണ്. അതിനാണ് നമുക്ക് സത്സംഗവും സങ്കീർത്തനവും നാമസങ്കീർത്തനം. എന്താണ്
ഈ കലിയുഗത്തില് സത്സംഗവും നാമസംഗവും. നിങ്ങളൊക്കെ വസതി വളരെ സുഹൃതികളാണ്. പക്ഷെ എത്ര പേരത് പ്രയോജനപ്പെടുത്തുന്നത് അറിയില്ല. നമുക്ക് എത്ര കൃതികളാണ് നമ്മുടെ കയ്യിലുള്ളത്. നാരായണിയുണ്ട്, ഹരിനാമകീർത്തനമുണ്ട്, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയുണ്ട്, ഇല്ലേ? ഇനി അനവധി കൃതികൾ, ശ്ലോകങ്ങൾ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ മഹിഷാസുരമർദ്ദിനി സ്തോത്രം, ഐഗിരി നന്ദിനി നന്ദി കേട്ടില്ലേ? ഇങ്ങനെയുള്ള കൃതികൾ അനവധി. പക്ഷെ ഹിന്ദുവിന് അതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു തിരിച്ചറിവ് വളരെ കുറവാണ്. ദുരിതങ്ങൾ വന്ന്, ദുരിതങ്ങൾ പറഞ്ഞ്, ദുരിതത്തിൽ ജീവിച്ച്, ദുരിതമടങ്ങി മരിക്കുന്നവരാണ് കുറേ. മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണം. കാരണം മക്കൾക്കൊന്നും ഇനി നമ്മുടെ കൂടെ ഉണ്ടാവാൻ ഒരിക്കലും സാധ്യത. ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരാണ് നമ്മുടെ ഹിന്ദു സമൂഹം പ്രത്യേകിച്ച്. കാരണം മക്കളൊക്കെ ജോലി കിട്ടി വിദേശത്തേക്ക് പോവുകയാണ്. ആദ്യമൊക്കെ നിങ്ങൾ പറയും മക്കളൊക്കെ വിദേശത്താണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവര് വിദേശത്തും നമ്മൾ സ്വദേശത്തും. പിന്നെ രണ്ടു കൂട്ടരുടെയും ജീവിതം രണ്ട് ദേശത്തുമാണ്. പണ്ട് പറഞ്ഞു കേട്ടില്ലേ, മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു വഴിക്കാക്കി, ഇപ്പൊ ഞാൻ വേറൊരു വഴിക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ അവരെയൊക്കെ പഠിപ്പിച്ചൊരു വഴിക്കാക്കും, നമ്മൾ വേറൊരു വഴിക്കാവും. അപ്പൊ നമ്മളൊരു വഴിക്കാവുന്നതിന് കുഴപ്പമില്ല, ഒരു അരിക്കാവാതിരിക്കണമെങ്കിൽ, നമ്മളെ അരിക്കിലേക്ക് ആക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അത്രയും നമുക്ക് ഉയർത്തിയെടുക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ ഉയർത്താൻ വളരെ പ്രയാസമാണ്. മനുഷ്യന്റെ മനസ്സ് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിലേക്ക് എടുക്കുകയായിരിക്കാം. ഒരു തുണി വെള്ളത്തിലേക്ക്, അപ്പൊ തുണി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അത് മുങ്ങില്ല, പതുക്കെ അത് മുങ്ങിപ്പോകും. ഒരിക്കലും അത് നല്ല ആഴമുള്ള താഴ്ചയിലേക്കാണ് പോയതെങ്കിൽ പിന്നെ അത് എടുക്കാൻ ഇത്തിരി പ്രയാസം. അതിത്തിരി ഒഴുക്കുകൂടിയുള്ള വെള്ളമാണെങ്കിലോ കിട്ടുമോ? പിന്നെ കിട്ടുമോ? ഞാൻ ഇന്നലെ എത്തിയാണ് ഞങ്ങളുടെ ചാലക്കുടി ഭാഗത്ത് ഒരുത്തനിങ്ങനെ പത്രം വായിക്കുന്നു. ഈ അവിടുത്തെ ചാലക്കുടി ആതിരപ്പള്ളി ഏരിയയിലാണ് ഞാൻ താമസിക്കുന്ന ആ ഭാഗത്ത്. അവിടെ മറ്റേ വെള്ളം പോകാനുള്ള തടയണയല്ല, ഓടുകളുണ്ട്. അതിനെന്താ പറയാ, കനാലും നിൽക്കും. ഒരുത്തൻ ഈ കനാലിന്റെ അവിടെ ഈ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു പടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇവൻ ഇത് കിടന്നു ഉറങ്ങിപ്പോയി, ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് അവൻ അതിലേക്ക് ഉറക്കത്തിൽ മറന്നു വീണു, ആ വെള്ളത്തിൽ മരിച്ചു. ആ ഒഴുക്കിൽപ്പെട്ടു അവൻ മരിച്ചു. 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അവരവിടെ കിടന്ന് ഉറങ്ങി, അവര് വീണ് ആൾ മരിച്ചു. അവരൊക്കെ ഫിക്സ് ചെയ്ത അസുഖമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്താ അറിയില്ല, സമയത്ത് വന്നതുകൊണ്ടാണോ. അപ്പോ ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ പിടിച്ചുയർത്താൻ അത്ര എളുപ്പമല്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ്. ഒരിക്കൽ ആഴ്ന്നു പോയാൽ, സംസാര സാഗരത്തിൽ വീണുപോയാൽ, ദുരിതത്തിൽ വീണുപോയാൽ പിന്നെ അതിനെ എടുത്തുയർത്തൽ അത്ര എളുപ്പം. അതുകൊണ്ട് അത് വീഴുന്നതിന് മുമ്പ്, ഭഗവത്ഗീതയിൽ പറയും, ഇത് മനസ്സ് തളർന്നു പോകുന്നതിന് മുമ്പ് വേണം അതിനെ ഉയർത്തിയെടുക്കാൻ. മനസ്സിലായില്ലേ? വീഴുന്നതിന് മുമ്പ് അത് ഉയർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ മനസ്സ് നമ്മളെ ഒരിക്കലും തളർത്തില്ല. അപ്പൊ ഈ സത്സംഗവും അതുപോലെ തന്നെ നാമസംഗം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ തിരിച്ച് വിട്ട് ഉറപ്പിച്ച് അതിൻ്റെ ഒരു രുചി നിങ്ങളുടെ ഉള്ളിൽ തട്ടി, ആ രുചിയുടെ തീവ്രത കൂടുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലുള്ള രുചി താല്പര്യം കുറഞ്ഞു വരുമ്പോൾ അന്ന് നിങ്ങൾക്ക് മക്കൾക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരു ദുരിതത്തെ മറികടക്കുന്നത്? അല്ല, നിങ്ങൾ മറികടന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വഴി അറിയാമെങ്കിൽ എനിക്ക് വേറെ ആർക്കും വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ മക്കൾക്ക് നിങ്ങൾ എത്ര കണ്ട് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അത്രയും നിങ്ങളോടുള്ള ബഹുമാനം കൂടുതലായിരിക്കും. വെറുതെ നമ്മൾ പ്രശ്നങ്ങൾ കേട്ടത് കൊണ്ടോ ആശ്വസിപ്പിച്ചത് കൊണ്ടോ സമാധാനിപ്പിച്ചത് കൊണ്ടൊന്നും ഒരാൾക്ക് ബഹുമാനം വരില്ല. ബഹുമാനം വരുന്നത് നമ്മൾ മറ്റൊരാൾക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ആണോല്ലേ? ഈ വഴിയാണ് നമുക്ക് അറിയാതെ പോയത് കൊണ്ടാണ് ഇത് ധാരാളം കൗൺസിലിംഗ് സെന്റേഴ്സും
അതുപോലെ സൈക്യാട്രിസ്റ്റുമാരും കൂടി വരുന്നു. വാസ്തവത്തിൽ അമ്മമാരും അച്ഛന്മാരും മറ്റേ പ്രശ്നമാണത്. അവര് വേണ്ട രീതിയിലൊന്നും ഉപാസന ചെയ്യില്ല. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മക്കൾ പലപ്പോഴും ഈ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ പോകുന്നു? ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് അച്ഛന്മാര് മക്കളെ കൊണ്ടുവരും. ഇന്നലെയും കൊണ്ടുപോകുന്ന അച്ഛന്മാർ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിപ്രഷൻ. എത്രയോ പ്രാവശ്യം സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. എന്താ ഇത്രയൊക്കെ കൊണ്ടുപോകേണ്ടി വന്നത്? കാരണം ആ കുട്ടി നേരിട്ട പ്രശ്നത്തെ പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഇവരൊക്കെ ഈ അമ്മ കോളേജ് ലെക്ചറാണ്. നോക്കണം, ഇവന്റെ അമ്മ വൺ ഓഫ് ദ ലീഡിങ് ഒരു കോളേജില് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഇവന്റെ അച്ഛനാണെങ്കിൽ ഒരു എഞ്ചിനീയറാണ്. ഈ ടീമുകളൊക്കെ വരുന്നത്. അപ്പൊ അവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അവർക്ക് എന്താ ഇല്ലാത്തത്? ആത്മീയത ഒട്ടുമില്ല. ഒരു സത്സംഗ സംസ്കാരവും ഇല്ല, സാധനാ സംസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാമസങ്കീർത്തന സംസ്കാരവും ഇല്ല. അതുകൊണ്ട് മകനൊരു പ്രശ്നം വന്നു. മകനെ അവർ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അയാളെ വെച്ചാൽ മാനസിക രോഗികൾക്കുള്ള മരുന്ന് കൊടുത്തു. ഇവരുടെ ഉറക്കം പോയി. ഇപ്പൊ ആകെ താളം തെറ്റിയ മനസ്സായിട്ട് അച്ഛൻ കൊണ്ടു നടക്കുകയാണ്. എൻ്റെ അടുത്ത് ഇന്നലെ വന്നിട്ട് കുറെ കരഞ്ഞു അച്ഛൻ. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിട്ട് ആ പയ്യൻ ഒരു രക്ഷയില്ല. കാരണം ഇവൻ പറയണത് എനിക്ക് മരുന്നൊക്കെ തന്നെ എന്നെ കൊല്ലാൻ നോക്കാൻ വരുന്നത്. ഈ അച്ഛൻ്റെ അമ്മയും കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാം, വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ? മനസ്സിലായില്ല. ഇതാണ് അച്ഛനോട് പറയുകയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൂടി കൊണ്ടുപോയി പോകുന്നു. ഉറപ്പല്ല ഒരു ദിവസം രണ്ടിനെയും തട്ടുന്നുള്ളത്. ആ തരത്തിലാണ് മക്കളെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ കേവലം വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും പത്രത്തിൽ കാണുന്നില്ലേ? തല്ലിക്കൊന്നു, അച്ഛനെ അടിച്ചു, അമ്മയെ കൊന്നു ഒക്കെ കേൾക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും നമ്മൾ ആവുന്ന കാലത്ത് ശ്രമിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഒരു അപേക്ഷ, നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല സംസ്കാരമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇപ്പോഴാണെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഇവിടെയൊക്കെ നന്നായി വരുന്നില്ലേ? നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരല്ലേ? അല്ല, നിങ്ങൾ എന്തോ ഞാൻ കേട്ടിട്ട് ബോധമില്ലാത്തവരെ ഏത് നാട്ടിലാണ്? ഈ നാട്ടിൽ അപ്പഴൊന്നും നന്നായിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കല് അല്ലെങ്കിൽ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് അമ്പലത്തിൽ ഒത്തുചേരാലോ? പറ്റില്ല. എല്ലാവരും ഒന്ന് അമ്പലത്തിൽ ഒന്ന് വൈകുന്നേരം പോയി ലളിതാസഹസ്രനാമം ചൊല്ലാൻ പറ്റില്ല? അത് കേട്ടപ്പോ നിങ്ങൾക്ക് സമയമില്ല. മക്കളെ ട്യൂഷൻ പറഞ്ഞയക്കണം അല്ലേ? ഒരു അരമണിക്കൂർ അമ്പലത്തിൽ ചെലവഴിക്കാൻ നിങ്ങളടുത്തില്ല എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കും, മുസ്ലിം സമുദായത്തെ നോക്കും നിങ്ങൾ. അവർക്ക് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും വൈകുന്നേരം അവർ പള്ളിയിൽ അവരെടുത്തു. ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കും നിങ്ങൾ. വൈകുന്നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ഉണ്ടോ? അത് ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത്. നിങ്ങൾക്കപ്പം സീരിയൽ മുടങ്ങിപ്പോവും. പലരും സീരിയലിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ വീടുകൾ കേടുവരുന്നത്. നിങ്ങൾക്കറിയോ, ഈ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഒരു ഊർജ ശക്തിയെ നിങ്ങൾ നശിപ്പിക്കുക. ഞാൻ ഈ സീരിയൽ കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, കഴിയുന്നതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയിരിക്കാം, പക്ഷേ ആ എനർജി നിങ്ങൾക്ക് അപകടം. നമ്മൾ എന്ത് കേൾക്കുന്നു ആ ശബ്ദ തരംഗം ആ അന്തരീക്ഷത്തിൽ തന്നെ കടക്കും. ആ ശബ്ദ തരംഗം അവിടുന്ന് പോവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരു വീട്ടിൽ കള്ളൻ കയറി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കള്ളനെ പിടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് നായയും കൊണ്ടുവരികയാണ്. പോലീസ് നായ കേൾക്കില്ലേ? അപ്പൊ പോലീസ് നായ വരുമ്പോ ആ കള്ളന്റെ ശരീരത്തിന്റെ സ്മെല്ല് എവിടെ കിടക്കും? എവിടെ ഉണ്ടാവും? ആ വീട്ടിലുണ്ടാവുമോ? അത് മണത്ത് നോക്കാനാണ് കൊണ്ടുവരുന്നത് ആണോ? ഇതുപോലെ ഫാൻ ഇട്ടിട്ടുണ്ടാവും, പുറത്ത് കാറ്റടിക്കുന്നുണ്ടാവും, എന്നാൽ ആ സ്മെല്ല് അവിടെ നിന്നും പോകുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സ്മെല്ല് അവിടെ നിൽക്കുന്നെങ്കിൽ ഈ ശബ്ദ തരംഗങ്ങളുടെ ആ ഒരു ഊർജം അവിടെ കിടക്കില്ലേ? അപ്പൊ നിങ്ങൾ ഡെയിലി ഈ സംശയ രോഗത്തിന്റെ ഒരുവിധ സീരിയലൊക്കെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയ രോഗം ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ആണോ? അല്ലയോ? ഒരു സ്വാർത്ഥത നല്ലതാണോ കാണിക്കുന്നത്? ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ പുറമേ ഒരാൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ഒരു തോന്നൽ വരും. ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? കാരണം ആ അന്തരീക്ഷം അവരുടെ മനസ്സിനെ സ്വാധീനിക്കും. രാമായണത്തിൽ നിങ്ങൾ വായിച്ചിട്ട് രാമായണം വായിച്ചില്ലേ? ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കാട്ടിൽ പോകുമ്പോൾ
ഒരു സ്ഥലത്തെത്തുമ്പോ രാമൻ ചോദിക്കാൻ ഈ സ്ഥലത്തൂടെ പോകുമ്പോ ഒരു ഭയം തോന്നുന്നു. അവിടെ പറയുന്നത് താടക വസിക്കുന്ന സ്ഥലമാണ്. താടകയെ രാമൻ കണ്ടിട്ടില്ല, പക്ഷെ ആ സ്ഥലത്തെത്തുമ്പോ തന്നെ രാമൻ അതൊരു തോന്നല്. മനസ്സിലാവുണ്ടല്ലോ. ഇതുപോലെ നമ്മൾ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ. അതാണ് 80 വയസ്സായിട്ടുള്ള സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊക്കെ വാർത്ത കേൾക്കുന്നത്. അല്ലെങ്കിൽ 80 വയസ്സായിട്ടുള്ള സ്ത്രീയിൽ എന്ത് കാമം കൊല്ലാനാണ് ഒരാൾക്ക്. പക്ഷെ എന്തുകൊണ്ട് ആ അന്തരീക്ഷം അവരെ പ്രീതിക്കുന്നു? ആരാ ഉണ്ടാക്കി വെച്ചത്? ആരാ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത്? ആരാ ഉണ്ടാക്കി വെച്ചത്? ഹിന്ദുക്കളുടെ വീട്ടിലാണ് ഈ അപകടങ്ങളൊക്കെ. ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കാണുന്നതൊക്കെ ഹിന്ദുവിന്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ. ആ അന്തരീക്ഷം അവരെ ആത്മഹത്യ പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയാണ് രാവിലെ തന്നെ. ആണോ? കാര്യം ഈ സീരിയലിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻസിന് അവർക്ക്, ഞാൻ ചാലക്കുടി എന്നാണ്, അവിടെ ഒരു വൈകുന്നേരമായ എല്ലാം പള്ളിയിൽ പോകുന്നതാണ് ഈ സ്ത്രീകൾ. കണ്ടില്ലേ നിങ്ങൾ 7 മണി 8 മണിയൊക്കെ ഉണ്ടോ? കാണുന്നില്ല. ഇപ്പൊ രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. കാണാൻ പറ്റുമോ? പണ്ട് നമ്മുടെ അമ്പലങ്ങളിലായിരുന്നു ആൾക്കാർ. ഇതിപ്പോ നമ്മുടെ അമ്പലങ്ങളിൽ രാവിലെ പോകാനാണ്. അതെല്ലാവരുടെയും നേരെ മക്കളെ ട്യൂഷൻ അയക്കുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ജീവിതം. ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരുങ്ങി പുറപ്പെട്ട്, നമ്മളാണെങ്കിൽ ഫാഷൻ കാണിക്കാൻ പോകുന്നില്ല അമ്പലത്തിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രം ആരെങ്കിലും കാണും, അതിനെക്കുറിച്ച് ചോദിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദുവിന്റെ ധാരണ. നമ്മൾ ഒരിക്കലും ഒരു യഥാർത്ഥ ഭക്തിയിലേക്ക് മനസ്സിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ ദുരിതത്തിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റില്ല. ദുരിതമുള്ളവരെ പുറത്ത് കടക്കാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണ്ടേ? വേണം വേണ്ടേ? മനസ്സ് ഉയർത്തണോ? ശ്രദ്ധ മാറ്റണ്ടേ? അതിനെന്താ വഴി? എന്താ വഴി? സത്സംഗം. നമ്മൾ നാമജപം ചെയ്യണം. ഇവിടെ അമ്പലം ഉണ്ടല്ലോ, ദിവസവും വൈകുന്നേരം പൊട്ടി ചേർന്നൂടെ? അവരും വിചാരിച്ചാൽ സാധിക്കും. ആര് ഇതിന് മുൻകൈ എടുക്കുന്നുണ്ടോ അവർക്കെങ്കിലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ മനസ്സ്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, നിങ്ങൾ ഈ പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റയുണ്ടല്ലോ, ആ പൂമ്പാറ്റ തേൻ മാത്രമല്ല എടുക്കുക, പൂമ്പാറ്റ മാത്രം എടുക്കുക. ഇതെടുക്കുക, പൂമ്പൊടി എടുത്തിട്ടാണ് അത് പൂവ്. ആണോ? പക്ഷെ നമ്മൾ പൂമ്പാറ്റ പറക്കുമ്പോൾ അതിന്റെ കയ്യില് അല്ലെങ്കിൽ അതിന്റെ ചുണ്ടിൽ പൂമ്പൊടി ഒരിക്കലും കാണില്ലേ? കാണോ? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അതിൽ പൂമ്പൊടി ഉണ്ടോ? ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത. ഇതുപോലെ മരണം എന്നൊരു പ്രക്രിയ എന്താന്ന് വെച്ചാൽ, പ്രാണൻ, നമ്മുടെ ഊർജം, അത് നമ്മുടെ ശരീരം വിട്ടുപോകും. പിന്നെ മനുഷ്യ ശരീരത്തിന് ഊർജമില്ല, ഉണ്ടോ? അത് വെറും ശവം. ഇതിൽ നിന്നൊരു പൂമ്പൊടി എടുത്തുകൊണ്ട്, അതാണ് നമ്മുടെ ചിന്ത. ഇതാണ് അത് അടുത്തൊരു ജന്മത്തിലേക്ക് നമ്മൾ പോകും. ഈ പൂമ്പൊടി എന്താ ചെയ്യുക? വേറൊരു പൂവിന് കൊണ്ടുവരും. ഒന്നിൽ നിന്നെടുത്ത് വേറൊന്നില്ല. അങ്ങനെയാണ് പരാഗണം എന്ന് പറയുന്ന സംഭവം. ആണോ? ഇതുപോലെ ഒരു ശരീരത്തിൽ നിന്നും പ്രാണൻ മറ്റൊരു ശരീരത്തിലേക്ക് ഈ മനസ്സിനെ കൊണ്ടുപോകും. ഏത് മനസ്സിനെ കൊണ്ടുപോകണം? ദുർബലമായ വിഷമങ്ങളുള്ള ഒരു മനസ്സ് വേണോ? സത്സംഗവും നാമജപവുമുള്ള മനസ്സ് വേണം. ഏത് മനസ്സിനെ കൊണ്ടുപോകണം? അപ്പൊ അങ്ങനെയുള്ള ഒരു പൂമ്പൊടിയാക്കി മനസ്സിനെ മാറ്റണ്ടേ? വേണം വേണ്ടയോ? ഇത് താനെയാവോ? ഞാൻ കണ്ടിട്ടില്ല താനെയാവോ? ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ആർക്കും ആക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പണിയെടുത്തിട്ടാക്കിയതാണ്, മെനക്കെട്ടിട്ടാക്കിയതാണ്. അഭ്യാസം എന്ന് പറയുന്നത് എന്താ പറയാ? അഭ്യാസം. അപ്പൊ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യണം? സൈക്കിളിൽ അഭ്യാസം ചെയ്യണം. സൈക്കിളിലാണ് അഭ്യാസം ചെയ്യുന്നത്. എന്ത് ചെയ്യണം? എല്ലാവരും സത്സംഗവും ഇത് 2 കാര്യമാണ്. എന്താണ്? സത്സംഗവും വേണം, നാമസങ്കീർത്തനം വേണം. തയ്യാറാണോ എല്ലാവരും? ഇന്ന് മുതൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ, ഇവിടെ അടുത്തേക്ക് അമ്പലം, ആ ശിവന്റെ അമ്പലത്തിൽ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഇല്ലേ? അപ്പൊ അവിടെ കുറച്ച് പായും തലേണ വേണ്ട, പായ അവിടെ ഇരുന്ന് എല്ലാവരും എന്ത് ചെയ്യണം? വിഷ്ണു വൈകുന്നേരം ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരില്ലേ?
അതങ്ങോട്ട് ചൊല്ലുക. പിന്നെ ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായം. ഏതാണ്? അറിയോ? നിങ്ങൾക്കറിയോ? അറിയാം. നാരായണീയ സ്തുതി. അത് ചൊല്ലുക. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. മനസ്സിലായില്ലേ? പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും, ഞായറാഴ്ചയൊക്കെ പറ്റുന്നവർക്ക് പറ്റില്ല, ഭഗവത്ഗീത സാറ്റർഡേ സൺഡേ ഒരു അധ്യായം ഗീത വായിച്ചിട്ട് പിന്നെ ലളിതാസഹസ്രം. മനസ്സിലായില്ലേ? ഇതൊന്ന് നിങ്ങൾ നേതൃത്വം കൊടുത്തു നോക്കൂ. ഈ അമ്പലത്തിനും ഒരു മാറ്റം ഉണ്ടാവും, ഈ നാടിന് പോലും. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കള്ളന്മാർക്ക് പോലും കയറുന്നില്ല. ഈ നാമജപമുള്ള ആളുകളുടെ വീടിൽ ആ ഊർജശക്തി ഉണ്ട്, അത്രയും ഗംഭീരമായിരിക്കും. കള്ളന്മാർക്ക് പോലും ആ പ്രദേശത്തേക്ക് വരാൻ തോന്നില്ല. കാരണം ആ ശക്തി അത്ര അവരെ തടുക്കുന്നത്. ഇതിനെ പറയാ നാരായണ കവചം. എന്താ പറയാ? രാവണൻ സീതയെ കൊണ്ടുപോയി ഇല്ലേ? കൊണ്ടുപോയിട്ട് സീതയുടെ അടുത്തേക്ക് എത്താൻ രാവണൻ പറ്റില്ല. അത്ര ഒരു ഊർജമായിരുന്നു സീതയുടെ നേരെ, സീതയ്ക്ക് ചുറ്റുന്ന ഒരു ശക്തിയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വലിച്ചു കയറി കൊല്ലുകയല്ല, കാരണം ആ ശക്തിയിലെ ഊർജമില്ല. ഇത് നമ്മളെ രൂപപ്പെടുത്തണം. അപ്പൊ അതിന് നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം. ഇവിടെ തൊട്ടടുത്ത അമ്പലമുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ട് ഇല്ലേ? സമയമില്ല, സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. എന്തായാലും കടന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ലേ? ഈ സമയമില്ല എന്ന് പറയുന്നവരൊക്കെ പുറത്തോളൂ. നിങ്ങളെ കിടത്തിയിട്ടേ വിടുന്നു. കുറച്ച് മാസങ്ങളും വർഷങ്ങളും കടന്നു ഒരു നിവൃത്തിയില്ല. ഒരു 5-6 ലക്ഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കില്ല. പണ്ട് നാറാണത്തുപ്രാന്തൻ ഒരാളെ പറയിപ്പറ്റ പന്തിരൂരം കഥ കേട്ടു. അപ്പൊ ഒരാൾ ഒന്നിനും സമയമില്ലാത്തതാണ്. സമയമില്ലാത്ത മഹാപിശുക്ക്, സമയമില്ല ഒന്നിനും. ഇയാൾക്ക് വയറുവേദന വന്നു. വയറുവേദന ഇയാൾ ചികിത്സിച്ചു. വേദന ചികിത്സിച്ചിട്ട് കുറെ പൈസയൊക്കെ കളഞ്ഞു. പിന്നെയും വയറുവേദന മാറുന്നില്ല. അപ്പൊ ഈ നാറാണത്തുപ്രാന്തൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നിടത്ത് കൂടിയാണ് ഈ മനുഷ്യൻ ഏത് വൈദ്യരെ അന്വേഷിച്ച് പോവാണ്. അപ്പൊ നാറാണത്തുപ്രാന്തൻ ആ സമയത്ത് ഈ മനുഷ്യനെ കണ്ടിട്ട് കുറുമ്പിനെയാണ് 1, 2, 3, 4. അപ്പൊ നാറാണത്തുപ്രാന്തനെ എല്ലാവരും ഭ്രാന്തെന്നാണ് എഴുതിയത് ആ കാലത്ത്. അപ്പൊ ഇതേ ചോദിക്കുക, ഭ്രാന്ത എണ്ണി കഴിഞ്ഞോ? 10,000 എണ്ണി, ഇനി ഒരു 10,000 കൂടി പോവാനുണ്ട്. 10,000 ഞാൻ എണ്ണി, 10,000 കൂടി പോവാനുണ്ട്. ആ കേട്ട മനുഷ്യൻ കാൽക്കൽ പോയി. 10,000 വയറുവേദനയ്ക്ക് വേണ്ടി ചെലവഴിച്ച് കഴിഞ്ഞു. ഈ ഒരു 10,000 കൂടി തനിക്ക് പോകുന്നത് മനസ്സിലാവുണ്ടോ? അങ്ങനെയൊന്നും രക്ഷപ്പെടാമെന്ന് നമ്മളാരും. ഇപ്പൊ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ കാലം നമുക്ക് ധാരാളം സമയം തരും. പക്ഷെ ആ സമയം ഉണ്ടായിട്ടും കടന്ന കടത്തിൽ സമയം ഉണ്ടായിട്ട് എന്താ കഴിയുന്നത്? ഒന്ന് സമയം ഉണ്ടായിട്ടും കടന്ന കടത്തിൽ തന്നെ എല്ലാം പോകുമെങ്കിൽ എന്ത് സമയം ഉണ്ടായിട്ട് എന്താ കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മരിച്ചാൽ മതി. അന്ന് കടന്ന കടപ്പിൽ പോലും നമുക്ക് നാമം ഓർക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മുടെ മനസ്സിനെ പരിശീലിച്ചു. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ അനുഭവം പറയും. അയോധ്യയില് രാമക്ഷേത്രത്തിന്റെ സമയത്ത് പോയിരുന്നു, അവിടെ ഗണപതിക്ക് പോയിരുന്നു. ആ അനുഭവമാണ്. പ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ അവിടുന്ന് 10-20 പേര് പോയിട്ടുണ്ടാവും. ആചാര്യന്മാർ കേരളത്തിൽ പക്ഷെ ഞാൻ അവരെ കൂടെയല്ല പോയത്. എനിക്ക് ആ സമയത്ത് ബോംബെയിൽ സപ്താഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 21-ന് രാത്രി നമുക്ക് പോയി ലക്നൗ അവിടെ താമസിപ്പിക്കുന്നു. 22-ന് പ്രാണപ്രതിഷ്ഠ സമയത്താണ്. അന്നൊരു മനുഷ്യ സാഗരമാണ്. അയോധ്യയിലേക്ക് കടക്കാൻ പറ്റിയ ലക്നൗ ഞാൻ പോകുന്ന ആ സമയം മുതൽ, ഞാൻ പുലർച്ചയ്ക്കാണ് പോകുന്നത്, ലക്നൗ സിറ്റി മുഴുവൻ അത് ഈ ഡൗൺ ആവുകയാണ്. ഇതിന്റെ ബാറ്ററി കുറവാണ്. ഇതിന്റെ ലൈറ്റ് മാറി. ഹരിയോ ഇതിന്റെ ബാറ്ററി ഡൗൺ ആയി. അപ്പൊ അയോധ്യയിൽ അന്നവിടെ കടക്കാൻ പറ്റില്ല. 10,000-കണക്കിന് പോലീസുകാരുണ്ടായാലും ലക്ഷോപലക്ഷം ജനങ്ങളാണ് നോക്കി.
അപ്പൊ നമ്മുടെ വാഹനം അങ്ങോട്ട് ഞങ്ങൾ ഗസ്റ്റാണ്, ഇൻവൈറ്റ് ചെയ്യണം, ഞങ്ങൾ വിളിക്കപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഞങ്ങൾക്ക് പോകാനുള്ള വ്യവസ്ഥയില്ല അമ്പലത്തിൻ്റെ അടുത്ത് വരെ. അതിങ്ങനെ പോലീസുകാർ വട്ടം പിടിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് VIP മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട്. നിങ്ങൾ TV-യിൽ കണ്ടില്ലേ, കങ്കണ റാവത്ത്, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, പിന്നെ അങ്ങനെ അനവധി സിനിമ മേഖലയിലുള്ള അലി ഭട്ട് തുടങ്ങിയ ഹിന്ദി മൂവിയിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ, തമിഴ് മൂവിയിൽ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് നിങ്ങൾ ബാഹുബലി കണ്ടില്ലേ, മൂവി ബാഹുബലി കണ്ടില്ലേ, അതിലെ പ്രഭാസ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആളുകളാണ് വരുന്നത്. ഇവർക്കൊക്കെ Z കാറ്റഗറിയും VIP കാറ്റഗറിയും ഉള്ളവരാണ്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ, കോഹ്ലി തുടങ്ങിയ ക്രിക്കറ്റ് മേഖലകളിലുള്ളവർ, ഇങ്ങനെ അനവധി മേഖലയിലുള്ള ആളുകൾ. പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്, പിന്നെ അല്ലാത്ത കുറേ VIP-കളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെയൊക്കെ അറേഞ്ച്മെന്റ് വളരെ നല്ല അറേഞ്ച്മെന്റാണ്. 10,000 പേർക്ക് ഈ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് കാണാവുന്ന വിധത്തിലാണ് അറേഞ്ച്മെന്റ്. വരുന്നവരെയൊക്കെ സ്വീകരിക്കുക, വരുന്നവർക്കൊക്കെ വേണ്ടുന്ന ഇരിപ്പിടം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ഒക്കെ ഉണ്ട്. ഒന്നിനൊരു കുറവില്ല. അയോധ്യയിലെ ഭക്ഷണം ഫ്ലോ ചെയ്യുക, ഒഴുകുകയില്ല. മനസ്സിലായില്ലേ? ഒന്നിനൊരു കുറവില്ല. ഒരു 11:30 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയ നേരത്തെ 11:30 മണിക്ക് പ്രധാനമന്ത്രി വന്നു. നരേന്ദ്രമോദി വന്ന് അദ്ദേഹം നേരെ പ്രാണപ്രതിഷ്ഠയ്ക്കകത്തേക്ക് പോകും. അപ്പം അദ്ദേഹം തൃപ്പയാറിൽ നിന്ന് അതേപോലെ തന്നെ പല സ്ഥലത്തിൽ നിന്നും പല പ്രസാദങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. രാമേശ്വരം അതൊക്കെ അദ്ദേഹം അകത്ത് കൊണ്ടുപോയി. നമ്മുടെ ഇവിടെ പ്രാണപ്രതിഷ്ഠ പോലെയല്ല, അവിടെ വിഗ്രഹം നേരത്തെ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നെ പൂജയാണ്, പ്രാണപൂജയാണ്. ഇപ്പൊ നമുക്ക് പ്രാണപ്രതിഷ്ഠയാണ്, അവർക്ക് പ്രാണപൂജ. പ്രാണപ്രതിഷ്ഠ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോലെയുള്ളൊരു ഇവിടെ ശയ്യാപൂജ നടക്കുന്നുണ്ട്. അത് അവിടെ ചെയ്തിട്ടുണ്ട്, ശയ്യാപൂജ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള അതൊന്നുമില്ല. കാണാത്ത ആൾക്കെല്ലാം എഴുതി ഉണ്ടാക്കിയതാ. നമുക്ക് ജലാധിവാസമുണ്ട്, ശയ്യാപൂജയും. അതൊന്നും കാണാത്ത ആൾക്കാർ അവര് പുഷ്പത്തിൽ കുറെ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ പിന്നെ ഈ അക്ഷതം ഉണ്ടല്ലോ, അക്ഷതത്തിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് അവരുടെ പൂജ. നമ്മളിപ്പോൾ ടോട്ടലി ഡിഫറെന്റ്. ഏതായാലും ആ സമയത്ത് 11:20 എന്നൊരു സമയത്താണ്, 12:20 ആ സമയമായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങ്. അവിടെ എന്താ നടക്കണമെന്നില്ല, കാരണം നമുക്കൊക്കെ നിങ്ങൾ കാണുന്ന TV-യിലല്ലേ, ഞങ്ങൾ TV-യിലാണ് കാണുക. കാരണം അമ്പലത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാതിരുന്നത്. അവിടെ വലിയ സ്ക്രീനിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ആ മന്ത്രം കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം ടെലികാസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ഒരു 1:20 പുറത്തെത്തി. പിന്നീട് അവിടെ പ്രഭാഷണങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ പ്രഭാഷണം കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം ഒരു 3:30 തുടങ്ങി 4:15 വരെ. അത്രയും സമയം 4:15 വരെ ഈ 10,000 പേരും ഇളകിയിട്ടില്ല. അത്രയും സമയം അവിടെ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ ദർശനം. ഇത്രയും VIP-കൾക്ക് ദർശനം. അപ്പൊ അവിടുന്ന് കാണാൻ നമുക്ക് വെള്ളാനെയൊക്കെ കാണുമ്പോൾ അത് ആ മൂർത്തി ഭയങ്കര ആകർഷണമുള്ള മൂർത്തിയാണ്. വളരെ ആകർഷണമുള്ള തേജസ്സാർന്ന രൂപമുള്ള മൂർത്തിയാണ്. അനവധി മൂർത്തികളിൽ നിന്ന് സെലക്ട് ചെയ്താണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ എനിക്ക് സപ്താഹ ബോംബെയിൽ ഉള്ളതുകൊണ്ട് രാത്രി തന്നെ തിരിച്ചു പോരേണ്ടത് നമ്മൾ പെട്ടെന്ന് അവിടെ പോകുന്നു. എൻ്റെ കൂടെ ബോംബെയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിൽ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു കേട്ടത് ഈ സമയത്ത് എൻ്റെ കൂടെ ഒരു 3 പേര് വന്നിരുന്നു ബോംബെയിൽ. അതിൽ ഒരാളെ എൻ്റെ കൂടെ ഇറങ്ങി ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഇറങ്ങി. പക്ഷെ അയാൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അയാൾ പുറത്തുണ്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട്. അവിടെ അത് കാണില്ലേ, സ്ക്രീനിൽ കാണാം. ആ സെറ്റുകളിലൊക്കെ സ്ക്രീനിൽ വെച്ചിട്ട് അവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല. അവിടെ എന്താ നടക്കണമെന്നില്ല, അവർക്ക് കാണാം. ആ മനുഷ്യൻ പറയണ അവിടെ ഫുഡ് ഇങ്ങനെ സപ്ലൈ ചെയ്യണം. ഏത് സ്ട്രീറ്റിലും ഫുഡാണ്. ഭക്ഷണം കിട്ടാത്ത ഒരാളും അന്ന് അവിടെ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ വലിയ ബാഗില് ഒരുപാട് സ്വീറ്റ്സുകളും അതും ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് 3-4 പെട്ടി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്വീറ്റ്സുകൾ, ഒന്നിനൊരു കുറവില്ല. എല്ലാം ലാവിഷായിട്ട് കൊണ്ടുവരുന്നു. മനസ്സിലായില്ല, അത്ര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം. അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും കുരങ്ങന്മാർ അങ്ങോട്ട് വരിക,
അതുപോലെ ഗരുഡന്മാർ പറക്കുക, ഇതൊക്കെ ഒരു അത്ഭുതകരമായിട്ട് അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. ഓരോ നിമിത്തങ്ങൾ. അത് ഏറ്റവും വലിയ തമാശ, 21-ന് സൂര്യൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയോ ലോകത്തിൽ ഇപ്പം എന്താണ് കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്. 21 സൂര്യനില്ല. 22-ന് കൃത്യം ഒരു 11 മണിക്ക് സൂര്യൻ കത്തിക്കും. ഒരു 12:30-1 മണിയാകുമ്പോഴേക്കും സൂര്യൻ പോകുന്നില്ല. ആ പ്രാണപ്രതിഷ്ഠകളിൽ കാണുന്നു. ഞാനൊക്കെ പുറത്തിറങ്ങുമ്പോഴേക്കും ഇത്തിരി സൂര്യനില്ലാത്തൊരു വെളിച്ചം മാത്രമായിട്ടുള്ള അവസ്ഥയിലാണ്. ആ ഒരു സത്യം. അതുകൊണ്ട് ഇതൊന്നും ആര് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ കുറെ ഈ കുളത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നതിന് ഞങ്ങളുടെ കുറെ ഉണ്ടല്ലോ അങ്ങനെയുള്ളത്. ഇവരൊക്കെ എത്ര ശബ്ദം ഉണ്ടാക്കിയാലും കണ്ണുകൊണ്ട് കാണുന്നത് ആർക്കും വിശ്വസിക്കാതിരിക്കുന്നത് അല്ലേ? ആണോ? അപ്പൊ സൂര്യൻ അവിടെ ഉദിച്ചുയർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു അന്ധവിശ്വാസമായിരിക്കും. പക്ഷെ ഭക്തനെ സംബന്ധിച്ച് 21-ന് സൂര്യനിലേക്ക് 22-ന് സൂര്യൻ കാണുന്നില്ല അല്ലേ? അത് സൂര്യൻ വന്നും പോവുകയാണ്. വെച്ചാൽ ഇവിടെ തിളങ്ങും, അപ്പോഴേക്കും ഈ ക്ലൗഡ് വന്നിട്ട് എന്താണ് മഞ്ഞ് വന്നിട്ട് മറയും, വീണ്ടും തെളിയും, വീണ്ടും മറയും. ആ ഒരു ഞാൻ ആ സമയത്തുണ്ട് എൻ്റെ ജാക്കറ്റൊക്കെ എൻ്റെ തലയിലുള്ള തൊപ്പി അതുപോലെ എൻ്റെ സ്വെറ്ററൊക്കെ പോയി വേറെ സൂര്യൻ വന്നതിനെ. അപ്പം അത് പിന്നീട് ഞാൻ എടുത്തിരുന്നത് ഞാൻ പോവാൻ നേരിട്ടാണ്. അപ്പൊ അതുവരെ തണുപ്പും വലിയ ഫീൽ ചെയ്തില്ല. എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ശ്രീറാം ജയറാം, ശ്രീറാം ശ്രീറാം എന്ന് പറഞ്ഞു അന്തരീക്ഷം. ആ സിറ്റി മുഴുവൻ, അന്ന് അയോധ്യ മുഴുവൻ ഒരു പുതിയ ചരിത്രം ഭാരതം ഉണ്ട്. പക്ഷെ കേരളം മാത്രം തിരിഞ്ഞു. കാരണം ഇവിടെ ഒരു നന്ദി കെട്ട ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നല്ലതായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയോധ്യ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന ഇവിടെ നിന്നൊരു വലിയ വിളക്കെങ്കിലും കൊടുക്കാമായിരുന്നു അല്ലേ? ലോകം മുഴുവൻ കാണുന്ന ഒരു സ്ഥലത്ത് കേരളത്തിൻ്റെതായിട്ട് ഒരു പറയുമ്പം തൃശ്ശൂർ നരേന്ദ്രമോദി വന്നു, അദ്ദേഹം പ്രത്യേക ക്ഷേത്രത്തിൽ പോയി അല്ലേ? ഇവിടെയാണെങ്കിൽ നടവരമ്പ് ഒരു വലിയ വിളക്കുണ്ടാക്കുന്ന സ്ഥലമാണ്. വലിയ 2 വിളക്ക് സർക്കാർ അവിടെ കൊടുത്തിരുന്നെങ്കിൽ എത്ര ഗംഭീരമാകുമായി ഈ കേരളം പോലും. മനസ്സിലാവുന്നില്ലേ? പക്ഷെ കേരളത്തിന് അതിനൊരു തലയോഗമില്ല. കാരണം അങ്ങനെ തലതിരിഞ്ഞവരെയാണ് നമ്മൾ മരണം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിന്ദു മതത്തോട് മാത്രമായി ഇവർക്കൊക്കെ ഈ തരത്തിലുള്ള വിരോധം. ഇതൊരു ക്രിസ്ത്യൻ ഫംഗ്ഷനായിരുന്നെങ്കിൽ ഇവരൊക്കെ പറഞ്ഞിട്ടേയും ചെയ്യും. ഇവരെന്താ വെച്ചാൽ പൊരിച്ചു പോലും ഇവിടുത്തെ പ്രത്യേക മരത്തിലുണ്ടാക്കി. ഒരു മുസ്ലിങ്ങളുടെ ആയിരുന്നെങ്കിൽ അന്നുകൂടി അവർ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവർക്കൊക്കെ അതിന് സമയമുണ്ട്, പണവും. ഇതൊരു ഹിന്ദുവിന്റെ കാര്യമായതുകൊണ്ട് ഇവർക്ക് അത് വലിയ താല്പര്യം. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ കാലം ഇവരൊക്കെ തിരിച്ചടിക്കും, ഈ സംസ്കാരങ്ങളൊക്കെ കൊണ്ടുപോകും. കാരണം ഭാരതത്തിന്റെ ചിരപുരാതനമായ സനാതന ധർമ്മത്തെ ഒരാൾക്കും തൊടാൻ പോലും സാധ്യത. മനസ്സിലാവുന്നത് അതാണ് ഭാരതത്തിന്റെ. ഇന്നലത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കണ്ടു നിങ്ങൾ? ക്ഷേത്രങ്ങൾ പിക്നിക് സെന്റർ അല്ല, ടൂറിസ്റ്റ് സെന്റർ അല്ല, തോന്നിയതുപോലെ അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഇതിലൊന്നും താല്പര്യമില്ലാത്തവരവിടെ വരണ്ട. നിങ്ങൾക്കുള്ള നല്ല സ്ഥലം, നല്ല വ്യക്തമായൊരു സന്ദേശം തമിഴ്നാട് കോടതി അവിടുത്തെ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുക. മനസ്സിലാവുണ്ടല്ലോ? ഈ തരത്തിൽ നമ്മുടെ സംസ്കൃതി ദിനം പ്രതി വളർന്നു ഉയർന്നുകൊണ്ടിരിക്കുക. 2024 ഫെബ്രുവരി 14 അബുദാബിയിൽ ഇതേപോലെ വലിയൊരു ക്ഷേത്രം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഫെബ്രുവരി അടുത്ത ഇപ്പം ആയില്ലേ? അടുത്ത ഇന്ന് തുടങ്ങി. ഇന്ന് 1-ാം തീയതി, 24-ാം തീയതി. അതേപോലെ അതെ, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നങ്ങനെ സത്സംഗം. ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇത് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സുഹൃതമാണ്, ഭാഗ്യമാണ് ഈ കാര്യം. മനസ്സിലാവുന്നത്? അയോധ്യയിലെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അറിഞ്ഞേ. കാരണം എനിക്ക് 4 മണിക്ക് പ്രോഗ്രാം കുറച്ച് ഞാനേ ഈ പ്രോഗ്രാം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ അയോധ്യയിലെ നമ്മളിപ്പം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഒരു മലയാളിയായിട്ടുള്ള KK നായർ എന്ന് പറയുന്നതാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി 1947.
ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനം കിട്ടി. അന്ന് ഓരോ ജില്ലകളിലും കലക്ടർമാരെ വെക്കാൻ തുടങ്ങി. അന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് ഫൈസാബാദ് എന്നാണ്. ഫൈസാബാദ് ഇവിടുത്തെ ഫരീദാബാദ്, സോറി ഫൈസാബാദ് അല്ല, ഫരീദാബാദ്. ഈ ഫരീദാബാദിലെ ഡിസ്ട്രിക്ട് കലക്ടറായിരുന്നു KK നായർ. ഇദ്ദേഹമാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവര് പള്ളിയൊക്കെ പഠിത്തപ്പോൾ തന്നെ അവിടെ വിഗ്രഹം മാറ്റിയിരുന്നു. അതൊരു പൂജാരിയുടെ വീട്ടിലായിരുന്നു, രാമന്റെ വീട്ടിൽ. അവരെല്ലാവരും കൂടി ചെന്ന് KK നായരെ കണ്ടു പറഞ്ഞു, നമ്മുടെ ക്ഷേത്രത്തിലാണ് ഈ പള്ളി കിടക്കുന്നത്, ഇതൊരു വീട്ടിൽ കിടക്കുകയാണ് അനാഥം പോലെ ചെയ്യുന്നുണ്ട് രാമൻ. പക്ഷെ രാമനെ ഇനി പൂജിക്കാൻ രാമന്റെ സ്ഥലം തന്നെ കൊടുക്കട്ടെ. ഉടനെ KK നായർ ഉത്തരവിട്ടു, ആ പള്ളിയിൽ കൊണ്ടുവയ്ക്കാൻ. പള്ളിയിൽ ഉപയോഗിക്കാനുണ്ടായിരുന്നു. പള്ളിയുടെ ഒരു ഭാഗത്ത് വിഗ്രഹം വെച്ച് പൂജിച്ചോളാം. പിറ്റേ ദിവസം KK നായരെ സസ്പെൻഡ് ചെയ്തില്ല, അവര് ദേവടിയാണ്. പക്ഷെ KK നായർ കോർട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് ഈ ഫരീദാബാദിലെ ഡിസ്ട്രിക്ട് കലക്ടറായിട്ട് വന്ന് അദ്ദേഹം ആദ്യമായിട്ട് അവിടെ ആ പള്ളിക്കകത്ത് ക്ഷേത്രം പുനഃസ്ഥാപിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ഡിസ്പ്യൂട്ടുകൾ വന്ന്. അതിന് മുമ്പുണ്ട് ഡിസ്പ്യൂട്ട്, പിന്നെ അങ്ങോട്ട് ഇത് പള്ളിയല്ല, ഇത് അമ്പലമാണ്. പിന്നെയാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തെളിയിച്ചത് ഈ പള്ളി നിർമ്മിച്ചതിൻ്റെ ഉള്ളിൽ കുറെ ക്ഷേത്രത്തിൻ്റെ ഓവുകളും പല സാധനങ്ങളും കൊണ്ടുവന്നു. തീർച്ചയായിട്ടും, കാരണം അവിടെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഇത് മാത്രമല്ല, ഈ കാലഘട്ടത്തിലുള്ള പല പഴയ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇയാളെ പൊളിച്ചു മാറ്റാത്ത കുറെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്, പഴയ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ. അപ്പൊ എന്തായാലും അതൊരു പള്ളിയുടെ ഏരിയ അല്ലാന്നില്ല നമുക്കറിയാം. അയോധ്യ ഒരു പള്ളിയുടെ സ്ഥലമല്ല, അത് രാമന്റെ സ്ഥലം തന്നെയാണ്. പക്ഷെ അത് കുറെ കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാർ പ്രചരിപ്പിച്ചു ഇത് പള്ളിയാണ്. അങ്ങനെ പാവം മുസ്ലിങ്ങൾ വയറില്ല, അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ സമ്മതിച്ചു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവരങ്ങനെ വെച്ച് പിടിച്ചു. അവസാനം കോടതി ജഡ്ജ്മെന്റ് വന്ന് ഹിന്ദുക്കൾക്ക് വിട്ടു. അതുകൊണ്ട് നന്നായി. ഒരുപക്ഷെ അന്നത് വിട്ടുകൊടുത്തില്ലെങ്കിൽ ചെറിയ അമ്പലം ഉണ്ടാക്കുള്ളൂ. ഇന്നിപ്പോൾ അത് സുപ്രീം കോടതി വിട്ടു തന്നുകൊണ്ട് ഏറ്റവും വലിയ ക്ഷേത്രമായി ഇപ്പൊ തന്നെ അതിന് 1200 കോടി രൂപ ചെലവഴിച്ചു. എത്ര 1200. ഇനിയും ഒരു 600 കോടി ചെലവഴിച്ചാൽ അമ്പലം. അപ്പൊ ഇങ്ങനെയുള്ള അമ്പലമായിരിക്കും. മുഴുവൻ കൊത്തുപണികളും കല്ലിന്റെ അത്ഭുതങ്ങളാണ്. മനസ്സിലായില്ലേ? സിറ്റിയിലെ ഇൻഫ്രാസ്ട്രക്ചറോ എത്രയോ ഇനിയിപ്പോ അങ്ങനെ വലുതാവുക. അമ്പലവും റോഡൊക്കെ വലുതായി. ഇനി നമ്മളൊന്നും വിചാരിച്ചില്ല അമ്പലത്തല്ല അയോധ്യ. പണ്ടൊക്കെ അയോധ്യ എന്ന് പറഞ്ഞാൽ ഒരു മൊത്ത സിറ്റിയായിരുന്നു. മനസ്സിലായില്ലേ? ഇന്നിപ്പോ അയോധ്യ മാറിയിട്ട് വളരെ സമ്പൽ സമൃദ്ധമാണ്. ഞങ്ങളൊരു 10 കൊല്ലം മുമ്പ് അവിടെ പ്രോഗ്രാം നടത്തി. 10 കൊല്ലം അന്ന് അവിടെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുക, ഒരു 5 ലക്ഷം രൂപ എനിക്ക് തരിക, എൻ്റെ സ്ഥലം കിട്ടുക. അത്ര ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇന്നിപ്പോൾ ആ 5 ലക്ഷത്തിന് ആ സ്ഥലം അന്നേ വാങ്ങിച്ചു കൊടുക്കുക. ഇന്ന് 5 കോടി സെറ്റായി മാറി. 10 കൊല്ലം. പക്ഷെ അന്ന് ആ ബുദ്ധി തോന്നിയില്ല. താമസിച്ചില്ലേ മനസ്സിൽ തോറ്റ എന്നെ കൊണ്ട് ഈ പ്ലോട്ടിലാണ്. ഞാൻ ആ പ്ലോട്ടൊന്ന് പോയി കണ്ടു. അന്ന് 5 ലക്ഷമാണ് ആൾക്ക് വേണ്ടത്. അന്ന് 5 ലക്ഷം എടുക്കാനില്ലെന്നോട് ഞാൻ കൊടുത്തില്ലേ. പിന്നെ അതുമല്ല, അതിനൊക്കെ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് പോലും. കാരണം UP ആണ്, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരേ ആൾക്ക് തന്നെ അതൊരു പക്ഷേ വാങ്ങിക്കുന്ന 3ാമത്തെ ആൾ ഞാനാവും. നേരത്തെ 2 പേര് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരേ സ്ഥലം തന്നെ ഒരാൾക്ക് നമ്മുടെ കേരളത്തിൽ കുറവാണ്. തമിഴ്നാട്ടിലുണ്ട്. അവര് വാങ്ങിച്ച സ്ഥലം വേറെ ആള് വിറ്റു കഴിഞ്ഞു, വേറെ ആളുടെ കയ്യിലാണ്. മനസ്സിലായില്ലേ? അതുപോലെ UP സംഭവിക്കും. അതുകൊണ്ട് അന്ന് ധൈര്യം ഉണ്ടായിരിക്കും. കാരണം അത് യാദവന്മാരുടെ ഭരണമാണ്, ഗുണ്ടകളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അതേ അന്ന് 5 ലക്ഷം മുടക്കി നിൽക്കുന്നപ്പോ രാമം വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു പൈസ നടക്കുകയാണ്.
പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയോ, ഇന്നലെയൊക്കെ പത്രത്തിൽ വന്നിരിക്കുന്നത് 2000-3000 ഉള്ള ഹോട്ടലിലിപ്പോൾ 5000, 6000 അത്രയും ആളുകളാണ് വന്നിട്ട്. ഒരു ദിവസം 1,00,000 ആളുകളെങ്കിലും അങ്ങോട്ട് പോകും. ഗുരുവായൂരൊന്നും അല്ല, അതിൻ്റെ ഇത്രയും മാറ്റങ്ങളുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സൗഭാഗ്യം നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടായി. രാമന്റെ അയോധ്യയില് രാമൻ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നൊരു വലിയ സൗഭാഗ്യം. ഇത്രയൊക്കെ നമ്മൾ പറയാനുള്ളൂ. മെയിൻ വിഷയം ഇതായിരുന്നില്ല. ഇനിയിപ്പോ മറ്റത് മറന്നു പോകരുത്. വൈകുന്നേരം രാമന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. വൈകുന്നേരം എന്ത് ചെയ്യണം? കാപ്പി കഴിച്ച് പഴമ്പൊരു കഴിച്ചിരിക്കും. അതാണോ പറഞ്ഞത്? സഹസ്രാമം. പിന്നെ ഏറ്റുമല്ലോ, നിങ്ങളൊക്കെ ഏറ്റുവോ? എത്ര പേര് ഏറ്റു? നോക്കട്ടെ എത്ര പേര് ഏറ്റു. എല്ലാവരും അവിടെ പോകാനാണ്. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ, ഒരു മാറ്റം ഉണ്ടാവും. ഈ നാട്ടിലെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ കേട്ടോ, നിങ്ങളങ്ങനെ വിചാരിച്ചാൽ ഈ നാട് മാറ്റണ്ടാവും, നമുക്ക് മാറ്റണ്ടാവും. കുറേ വിഷമമാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാം ചെല്ലുമ്പോഴായിരിക്കും പല വിഷമങ്ങളും അവരവിടെ വരും. അവർക്കത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ സത്കർമ്മങ്ങൾ ആണോ? നമ്മൾ വീട്ടിലിരുന്ന് ചൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ അമ്പലത്തിൽ ഇരുന്ന് ചൊല്ലുന്നത്? ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഗുരുവായൂരൊക്കെ സപ്താഹം നടത്തുമ്പോൾ ഏപ്രിൽ സപ്താഹം വരുന്നത് ഗുരുവായൂരില് കൃഷികരമൊക്കെ അവിടെ എത്രയോ വിഷമമുള്ള പല കുടുംബവും വന്നിരിക്കും. കുടുംബങ്ങൾ വന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് മുന്നത്തോടാണ് ഒരു ലേഡി അവിടെ വന്നിരുന്ന് കുറെ കഴിഞ്ഞ പരിചയപ്പെട്ടു. അവർ ഓസ്ട്രേലിയയിലുള്ള ഒരു ഡോക്ടറാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അവർ വന്നിരിക്കണം ഗുരുവായൂർ. ആ സപ്താഹം എത്തിയത് അവരുടെ മനസ്സിലൊരു സമാധാനമുണ്ട്. ഇതേപോലെ നമ്മൾ സത്സംഗം ചെയ്യുമ്പോഴായിരിക്കും ആർക്കെങ്കിലൊക്കെ വിഷമമുള്ളവർ അവിടെ വന്നിരിക്കുമ്പോൾ അവർക്കും ഒരു സമാധാനം. മാത്രമല്ല അവരും ഇത് പഠിക്കാനൊരു പ്രേരണയായിരിക്കും. വേണോ വേണ്ടയോ? കൽക്കട്ടയിലെ അമ്പലം വന്നത് നാമസംഗീത സത്സംഗമാണ്. അതെ, ഗംഭീരമായ അമ്പലം. അപ്പം നിർത്താം നമുക്ക്. എല്ലാവരും വന്നിരുന്നത് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ രാമ 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 രാമ. എല്ലാവരും വരണം. ഏപ്രിൽ 21 മുതൽ 27 വരെ ഗുരുവായൂർ മുനിസിപ്പൽ ഗുരുവായൂർ മുനിസിപ്പൽ നിന്നോ